നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക പരമ്പരയുടെ നടുക്കത്തിലാണ് കേരളം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 5 പേരെ കൊലപ്പെടുത്തുകയും അമ്മയെ ആറാമതൊരാളെ കൂടി അതിക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതി പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തി കീഴടങ്ങുകയായിരുന്നു. പിന്നീട് ഓരോ വീടുകളിലും ചെല്ലുമ്പോഴാണ് അതിക്രൂരമായി കൊലപാതകം നടത്തിയ ശേഷമാണ് പ്രതി സ്റ്റേഷനിലെത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഇതിൽ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയുടെ മരണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളും. വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠന കാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ. അഞ്ചലിലെ കോളേജിൽ PG വിദ്യാർത്ഥിനിയാണ് അഫാന്റെ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാന. പഠിക്കാൻ മിടുക്കിയായിരുന്നു. ട്യൂഷന് പോകുന്നു എന്നാണ് ഫർസാന ഇന്നലെ വീട്ടിൽ പറഞ്ഞത്. വൈകിട്ട് 3:30 വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു. പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ എത്തിച്ച ശേഷമാണ് ഫർസാനയെ കൊന്നിരിക്കുന്നത്. മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു. പെരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത്. ആദ്യം ഫർസാന ആരാണ് എന്നുള്ളതിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം തന്നെ അഫാന്റെ ബന്ധുക്കളായിരുന്നു. പക്ഷെ ഫർസാന മാത്രമാണ് പെൺസുഹൃത്തായിട്ട് പുറത്തുനിന്ന് ഈ കുടുംബത്തിലുള്ള ഇല്ലാത്ത ഒരാളായിട്ട് ഈ ഒരു വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ ഒന്ന്. 2 ദിവസം മുമ്പ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു. ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരുതുര അടിച്ചുവെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്. നെറ്റിയുടെ 2 വശത്തും നടുക്കും ചുറ്റിക കൊണ്ടും ആഴത്തിലടിച്ച പാടുണ്ട്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി. ഫർസാനയുടെ മരണം അറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ പിതാവ് സുനിലിനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടി. മരണപ്പെട്ടത് തന്റെ മകളാകല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് സുനിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. വെൽഡിംഗ് ജോലിക്കാരനാണ് സുനിൽ. പെൺസുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അഞ്ചലിൽ PGക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏതാനും ദിവസം മുമ്പ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നു. വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് തല പൊട്ടിപ്പൊളിഞ്ഞിട്ടും നിലവിളി പോലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. 3 വീടുകളുടെയും സമീപത്തായി നിരവധി വീടുകളാണുള്ളത്. എന്നിട്ട് പോലും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടുക്കുന്ന കൊലപാതകം തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ നടന്നിരിക്കുന്ന വിവരം സമീപവാസികൾ അറിയുന്നത്. കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ ഒന്നിൽ നിന്ന് പോലും അസ്വാഭാവികമായി ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. പെരുമലയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അഫാൻ വീട് ഭദ്രമായി പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങി കുറ്റസമ്മതം നടത്താൻ സ്റ്റേഷനിലേക്ക് എത്തിയത്. കൊലയ്ക്ക് ശേഷം അഫാൻ കുളിച്ച് വൃത്തിയാവുകയും ചെയ്തു. കൂട്ടക്കൊലയ്ക്ക് ശേഷം പ്രതി ഓട്ടോറിക്ഷയിലാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതവും നടത്തിയിരിക്കുന്നത്. പോലീസ് എത്തിയാണ് 3 വീടുകളിൽ നിന്നായി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. മാത്രമല്ല കൊലയ്ക്കുപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ, ചുറ്റികയും കത്തിയും തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളെല്ലാം തന്നെ അഫാൻ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുളിച്ച് വൃത്തിയായി ചോരക്കറയൊന്നും തന്നെ ദേഹത്തില്ലാതെയാണ് ഓട്ടോറിക്ഷയിൽ, അതും പരിചയമുള്ള ഓട്ടോ വിളിച്ചാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങിയിരിക്കുന്നത്. ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ വീട്ടിലെത്തി നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, അതായത് അനിയനെയും പെൺസുഹൃത്തിനെയും ഉമ്മ അതിൽ ജീവനോടെ ഉണ്ട്. ഉമ്മ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ പെൺസുഹൃത്തിനെയും അനിയനെയും അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ.